ഹായ് കൂട്ടുകാരെ, നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ഇന്നലെ നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? കൂട്ടുകാരൊക്കെ ഇംഗ്ലീഷ് എക്സാം നന്നായി എഴുതിയോ? എഴുതാൻ കിട്ടിയോ? നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നേക്കുന്നതെന്ന് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. എന്താ? ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും, അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിനു മുന്നേ നമുക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? കൂട്ടുകാർ ഈ ചിത്രം നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വിൻഡോയുടെ സൈഡിൽ ഒരു പാരറ്റ് ഉണ്ട്, മാറ്റിൽ പപ്പി ഉറങ്ങുന്നുണ്ട്, ചുമരിൽ ക്ലോക്ക് ഉണ്ട്, ടേബിളിൻ്റെ മുകളിൽ എന്തൊക്കെയുള്ളത്? കാറ്റ്, ഫ്ലവർ വൈസ്, ബുക്സ്, ഫ്രൂട്ട്സ്, പിന്നെയോ ടേബിളിനടിയിൽ ഒരു ടോയ് കാർ അല്ലേ? ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ ചിത്രം. ഇനി ടീച്ചർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കൂട്ടുകാർ കണ്ടുപിടിക്കണം. ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുകയും തെറ്റാണെങ്കിൽ ക്രോസ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് നോക്കിയാലോ? നോക്കൂ കൂട്ടുകാരെ, ഈ കോളത്തിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 5 കോളം തന്നിട്ടുണ്ട്. 5 കോളത്തിനും ടീച്ചർ ഓരോ ക്വസ്റ്റ്യൻ പറയും. അത് ശരിയാണോ തെറ്റാണോ എന്ന് കൂട്ടുകാർ ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ മാറ്റ്. ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ മാറ്റ്. കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താ പറയുന്നത്? കൂട്ടുകാർ ചിത്രം നോക്കിയേ, ചിത്രത്തിൽ കണ്ടോ? പപ്പി പായയുടെ മുകളിൽ ഉറങ്ങുന്നു അല്ലേ? ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ. ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ മാറ്റ്. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ. പപ്പി പായയുടെ മുകളിൽ തന്നെയല്ലേ ഉറങ്ങുന്നത്? അപ്പോൾ അത് ശരിയല്ലേ? ഒന്നാമത്തെ കോളത്തിലെ നമ്മൾ ടിക്ക് ചെയ്യണം. കൂട്ടുകാർ ടിക്ക് ചെയ്തിട്ടുണ്ടോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്താ ടീച്ചർ പറഞ്ഞത്? ദ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ദ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. എന്താ പറഞ്ഞത്? ടോയ് കാർ ടേബിളിന് മുകളിലാണെന്ന്. ആണോ കൂട്ടുകാരെ? ടേബിളിന് മുകളിലാണോ ടോയ് കാർ? അല്ല, ടേബിളിന് മുകളിലല്ല അല്ലേ? അണ്ടർ എന്നാണ് പറയേണ്ടത്. ടേബിളിന് അടിയിലാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തെറ്റാണോ ശരിയാണോ? തെറ്റേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളത്തിലെ ക്രോസ് ചിഹ്നം കൊടുക്കണം. കൂട്ടുകാരെല്ലാം ക്രോസ് ചിഹ്നം കൊടുത്തുവോ? ശരിയായിട്ട് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ടീച്ചർ എന്താ പറഞ്ഞത്? എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പാരറ്റ് ആകാശത്തിലൂടെ പറക്കുകയാണെന്ന്. ആണോ? പാരറ്റ് ആകാശത്തിലൂടെ പറക്കുകയാണോ ചിത്രത്തിലെ? അല്ല അല്ലേ? എന്താ ചെയ്യുന്നേ? വിൻഡോയുടെ അടുത്ത് പാരറ്റ് ഇരിക്കുകയാണല്ലേ? ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ? പറക്കുകയാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ക്രോസ് ചെയ്യണം. കൂട്ടുകാർ അങ്ങനെ തന്നെയാണോ ചെയ്തേക്കുന്നത്? ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ എന്താ നാലാമത് പറഞ്ഞത്? എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എന്താ? എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എ കാറ്റ് ടേബിളിന് മുകളിലാണെന്ന്. ആണോ? ടേബിളിന് മുകളിലാണോ കാറ്റ് ഇരിക്കുന്നത്? അത് ശരിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നാലാമത്തെ കോളത്തിൽ അത് ടിക്ക് ചെയ്യണം. ഇനി അഞ്ചാമത് എന്താ ടീച്ചർ പറഞ്ഞത്? എ ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ. എന്താ? എ ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ. ചുമരിൻ്റെ മുകളിൽ എന്തിരിക്കുന്നുണ്ട്? ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ശരിയാണോ? ചുമരിന് മുകളിലാണോ ഇരിക്കുന്നത്? ശരിയാണ്. അപ്പം നമുക്കതിനെ ടിക്ക് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരൊക്കെ ശരിയായിട്ട് തന്നെയാണോ ടിക്ക് ചെയ്തിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞത് മുഴുവനും ശ്രദ്ധിച്ച് കേട്ടാണോ ടിക്ക് ചെയ്തത്? ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പറഞ്ഞത് എന്താണ്?
ക്രോസാണ് ചെയ്യേണ്ടത്. ബാക്കി ഒന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും എന്താണ്? ടിക്കാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ കാറ്റ്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. എന്താ നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പപ്പി എന്താ അവിടെ ചോദിച്ചേക്കണേ? ഡാഷ് മ്യാവ്. ആരോടാ ചോദിച്ചേക്കണത്? ആരോടാ? കാറ്റിനോടാണ്. കാറ്റ് എന്താ അതിന് ആൻസർ പറഞ്ഞേക്കണത്? ഒന്ന് വായിച്ചു നോക്കിയേ. യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ എന്നുവെച്ചാൽ എന്താ? എനിക്ക് കഴിയും. അപ്പം എന്താവും പപ്പി ചോദിച്ചിട്ടുണ്ടാവുക? മിയാവും എന്നാണ് അവസാനം തന്നേക്കണത് പപ്പി ചോദിച്ചത്. എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? നിനക്ക് മിയാവെന്ന് പറയാൻ കഴിയോ? അതല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാ ചോദിക്കുക? നിനക്ക് മ്യാവെന്ന് പറയാൻ കഴിയുമോയെന്ന് എങ്ങനെയാ ചോദിക്കുക? ക്യാൻ യു സേ മ്യാവ്? അങ്ങനെയല്ലേ ചോദിക്കുക. നിനക്ക് മ്യാവെന്ന് പറയാൻ കഴിയുമോ? പപ്പി എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ക്യാൻ യു സേ മ്യാവ്? അപ്പം പൂച്ചോട് എന്താ ചോദിച്ചത്? പപ്പി അവിടെ പൂച്ചോട് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ യു സേ മ്യാവ്? മ്യാവെന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്തെഴുതണം? ക്യാൻ യു സേ. എന്തെഴുതണം? ക്യാൻ യു സേ എന്നെഴുതണം. കൂട്ടുകാർ ഇത് എഴുതിയിട്ടുണ്ടോ? പപ്പി ചോദിച്ചത് ക്യാൻ യു സേ മ്യാവ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഡിസ്ക്രിപ്ഷൻ. കളർ ദ പാരറ്റ്. എന്താ? ആ പാരറ്റിനെ കളറ് കൊടുക്കാൻ. അപ്പോൾ കൂട്ടുകാർ നല്ല ഭംഗിയിൽ കളറ് കൊടുക്കണം. ഏത് കളറ് കൊടുക്കും? ഗ്രീൻ കളറ് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ചുണ്ടിന് റെഡ് കളറ് കൊടുക്കണം. ആ ഇലകൾക്കും മരക്കൊമ്പിനൊക്കെ കൂട്ടുകാർ കളറ് കൊടുത്ത് ഭംഗിയാക്കണേ. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. ഡാഷ് എ പാരറ്റ്. എന്താ അവിടെ എഴുതുക? ദിസ് ഈസ് എ പാരറ്റ്. അപ്പോൾ അവിടെ എഴുതുക ദിസ് ഈസ്. ഇനി അടുത്തതോ? ഇറ്റ് ഈസ് ഡാഷ്. എന്തെഴുതും? ഇറ്റ് ഈസ് എ ഗ്രീൻ കളർ. അടുത്തതോ? ദ പാരറ്റ് ഹാസ് ടു ഡാഷ്. എന്താ? പാരറ്റിന് 2 ചിറകുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ പാരറ്റിന് 2 കാലുണ്ടെന്ന് പറയാം. ദ പാരറ്റ് ഹാസ് 2 വിങ്സ്, അല്ലെങ്കിൽ എന്താ? ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ്. അടുത്തതോ? ഇറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ്. എവിടെയാ പാരറ്റ് ഇരിക്കുന്നത്? ട്രീ അല്ലെങ്കിൽ ബ്രാഞ്ച്. എങ്ങനെയാ? ട്രീയുടെ മുകളിലല്ലേ ഇരിക്കുന്നത്? ട്രീയുടെ കൊമ്പിലല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഒന്നാലെ ട്രീ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് എഴുതാം. ഏത് എഴുതിയാലും ശരിയാണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച്. ദ പാരറ്റ് ക്യാൻ. എന്താ പാരറ്റിന് കഴിയുക? ഫ്ലൈ, അല്ലേ? പറക്കാൻ കഴിയും. അപ്പോൾ ദ പാരറ്റ് ക്യാൻ ഫ്ലൈ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് നോക്കിയിട്ട് നമ്മൾ ഈ പിക്ചറിനെ മാച്ച് ചെയ്യാൻ. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസ് റിലേറ്റഡ് ടു ദം. തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ച് അതിന് യോജിച്ച പിക്ചറുമായി മാച്ച് ചെയ്യണം. ഏതൊക്കെ പിക്ചറാണ് തന്നിരിക്കുന്നത്? ഫ്രോഗ്, ഹണിബി, റൂസ്റ്റർ, എലിഫൻറ്റ്, ഡോഗ്. ഇനി അവർക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഐ സേ കോക്കെ ഡൂഡിൽ ഡൂ. ആരാത് പറയാ? റൂസ്റ്റർ ആണല്ലേ. ഇപ്പോൾ റൂസ്റ്ററിനെ മാച്ച് ചെയ്യണം. ഇനി ഐ ക്യാൻ ജമ്പ്. എനിക്ക് ചാടാൻ കഴിയും. അതാരാ പറയാ? ഇതിലാരാ ചാടുന്ന ആള്? ഫ്രോഗ്. അപ്പോൾ ഫ്രോഗിനെ അത് മാച്ച് ചെയ്യണം. ഐ ആം ബ്ലാക്ക്. ആരാ ഇതിൽ ബ്ലാക്ക് കളറുള്ളത്? എലിഫൻറ്റ്. ഞാൻ ബ്ലാക്കാണ്. എലിഫൻറ്റിനെ മാച്ച് ചെയ്യണം. ഐ ആം എ ഡോഗ്. ഞാനൊരു നായയാണ്. ഇതിലാരാ നായ? നായനെ നമുക്ക് മാച്ച് ചെയ്യാം. ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ആർക്കാ? ഹണിബി. ഹണിബിക്ക് നമുക്ക് മാച്ച് ചെയ്യാം. കൂട്ടുകാർ ശരിയായിട്ടാണോ മാച്ച് ചെയ്തത്? കൂട്ടുകാർക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ആഡ് എ ലൈൻ ടു ദ സോങ്.
ലിസൺ ടു ദ ടീച്ചേഴ്സ് ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ. ടീച്ചർ പാടിത്തരുന്ന പാട്ടൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ആഡ് എ ലൈൻ ടു ദ സോങ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതേപോലെ ലൈന് ഉണ്ടാക്കണം, ഇതുപോലെ വരികൾ എഴുതണം. അപ്പോൾ ആദ്യം ഒരു പാരറ്റിൻ്റെ ചിത്രമാണ്. എഴുതിയ സോങ് നമുക്ക് വായിച്ചു നോക്കിയാലോ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റസ് ഡാൻസ് അണ്ടർ ദ ട്രീ. എന്താ പാരറ്റ് പറയാണ്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റസ് ഡാൻസ്. എങ്ങനെ? ഡാൻസ് ചെയ്ത് അണ്ടർ ദ ട്രീ. അടുത്തത് എലിഫൻ്റ് ആണ്. എലിഫൻ്റ് പാടുന്ന സോങ് എന്താ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റസ് ഡാഷ്. എന്താ? ആദ്യത്തെ രണ്ട് വരികളും പാരറ്റ് പാടിയ പോലെ തന്നെ പാടിയത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. പാരറ്റ് പാടിയ പോലെ തന്നെയാണ് എലിഫൻറ്റും പാടിയത്. ലെറ്റസ്. പാരറ്റ് എങ്ങനെയാണ് വന്നത്? ഡാൻസ് ചെയ്തിട്ടല്ലേ. അപ്പം നമുക്ക് എലിഫൻ്റ് എങ്ങനെ വരാം? എലിഫൻറ്റിനെ നമുക്ക് ഡാൻസ് അല്ലാണ്ട് എന്ത് ചെയ്യാം? എന്ത് വേണമെങ്കിലും എഴുതാം. ജമ്പെന്നോ പ്ലേന്നോ സിങ്ങെന്നോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ എഴുതാം. അപ്പം എന്തെഴുതും? ലെറ്റസ് പ്ലേ അണ്ടർ ദ ട്രീ. ഇനി അടുത്തത് ആരാ? അടുത്തത് നമ്മുടെ ഡക്കാണല്ലേ. ഡക്ക് പാടുന്ന സോങ് നമ്മളോട് എഴുതാൻ. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? പാരറ്റ് ആയാലും എലിഫൻ്റ് ആയാലും ഫസ്റ്റ് രണ്ട് വരികൾ പാടുന്നത് എങ്ങനെയാ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. അപ്പം നമുക്ക് ഡക്ക് പാടുന്ന സോങ്ങിലെ ആദ്യത്തെ രണ്ട് വരി എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെ എടുത്തെഴുതണം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ. അടുത്തത് എന്താ? ലെറ്റസ്. പാരറ്റ് എന്താ പറഞ്ഞേ? ഡാൻസ്. എലിഫൻ്റ് എന്താ പറഞ്ഞേ? പ്ലേ. അപ്പോൾ ഡക്കിനെ നമുക്ക് എന്ത് എഴുതാം? സിങ് എന്ന് എഴുതാം. അപ്പോൾ ലെറ്റസ് സിങ്. അടുത്ത വരി എന്താ എഴുതുക? അടുത്ത വരി എല്ലാറ്റിലും എഴുതിയ പോലെ തന്നെ അണ്ടർ ദ ട്രീ. അത് എടുത്ത് താഴെ എഴുതണം. അണ്ടർ ദ ട്രീ. കൂട്ടുകാരെ, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കൂട്ടുകാർക്ക് എല്ലാ ആൻസറും ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.